Good afternoon, all of you. പാഠം 6. എന്താ പേര്? നളനും അരയന്നവും അല്ലേ? എന്താ പേര്? പാഠം 6 നളനും അരയന്നവും. All of you take your textbook. Textbook എടുത്തു എല്ലാവരും ശ്രദ്ധിക്കണേ. ഓക്കെ. അപ്പൊ നളനും അരയന്നവും എന്ന പാഠം ആരെഴുതിയതാ? ആരുടേതാ ഇത്? കുഞ്ചൻ നമ്പ്യാർ. ഓക്കെ, കുഞ്ചൻ നമ്പ്യാരുടേതാണ് പാഠം അല്ലേ? അപ്പൊ കുഞ്ചൻ നമ്പ്യാർ ആരാണ്? പല പാഠത്തിലായി പല ക്ലാസ്സിലായി നമ്മള് കവിത്രയങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. പ്രാചീന കവിത്രയങ്ങൾ ആരാണെന്ന് പഠിച്ചിട്ടുണ്ട്, ആധുനിക കവിത്രയങ്ങൾ ആരാണെന്ന് പഠിച്ചിട്ടുണ്ട്. ഉണ്ടോ? ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഓക്കെ, അപ്പൊ പ്രാചീന കവിത്രയങ്ങൾ ആരൊക്കെയാ? ചെറുശ്ശേരി കവിത്രയങ്ങൾ. മൂന്നാളുണ്ടാവും ത്രയം എന്ന് പറയുമ്പോ. അപ്പൊ രണ്ടായി, ചെറുശ്ശേരി, ഓക്കെ, എഴുത്തച്ഛൻ. അപ്പൊ എഴുത്തച്ഛൻ പ്രാചീന കവിത്രയങ്ങളുടെ പേരാണ് ഞാൻ പറയുന്നത്. എഴുത്തച്ഛൻ, പിന്നെയോ ചെറുശ്ശേരി, കുഞ്ചൻ നമ്പ്യാർ. ഈ 3 പേരാണ് ആര്? പ്രാചീന കവിത്രയങ്ങള്. അതില് പ്രാചീന കവിത്രയങ്ങളിൽ പെടുന്ന ആളാണ് ആര്? കുഞ്ചൻ നമ്പ്യാർ. കുഞ്ചൻ നമ്പ്യാരുടെയാണ് നമ്മൾ ഇന്ന് പഠിക്കുന്ന പാഠം. അപ്പോ പ്രാചീന കവിത്രയങ്ങൾ 3 പേരാണ്. ആരൊക്കെ? എഴുത്തച്ഛൻ, ചെറുശ്ശേരി, കുഞ്ചൻ നമ്പ്യാർ. കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ് എഴുത്തച്ഛൻ. തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ് ആര്? കുഞ്ചൻ നമ്പ്യാർ അല്ലേ? കേട്ടിട്ടുണ്ടോ മക്കളെ നിങ്ങള് കുഞ്ചൻ നമ്പ്യാരെ പറ്റി? ഓട്ടൻ തുള്ളലെല്ലാം പറഞ്ഞ ആള് അല്ലേ? തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ് ആര്? കുഞ്ചൻ നമ്പ്യാർ. അപ്പൊ കുഞ്ചൻ നമ്പ്യാരുടെ ഒരു കവിതയാണ് നമ്മളിപ്പോ പഠിക്കുന്നത്. അപ്പോ നിങ്ങൾ ഇതൊക്കെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് PSC ക്വസ്റ്റ്യനിൽ ഉപകാരപ്പെടും. ആധുനിക മലയാള ഭാഷയുടെ പിതാവ് ആര്? ആരാണ്? മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ഓക്കെ, എഴുത്തച്ഛൻ. ഓക്കെ, അപ്പൊ ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ. ഞാൻ ഇത് പറയുന്നത് നിങ്ങൾ വെറുതെ ഇങ്ങനെ കേട്ടിട്ട് വിടാനല്ല. പ്രാചീന കവിത്രയങ്ങൾ ആരൊക്കെയാണെന്നും ആധുനിക കവിത്രയങ്ങൾ ആരൊക്കെയാണെന്നും നിങ്ങൾ ഇനി മുതിർന്ന ക്ലാസ്സിലേക്ക് പോകുമ്പോൾ പഠിക്കുന്നത് നല്ലതാണ്. അതൊന്നും അല്ലെങ്കിലും നിങ്ങൾ ഇനി മലയാളം എടുക്കുന്നേ ഇല്ലെങ്കിലും നിങ്ങൾക്ക് PSC ടെസ്റ്റിനൊക്കെ ഉപകരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. മലയാളത്തിൽ നിന്ന് ഒരുപാട് വരുന്നുണ്ട് നമ്മൾ പഠിക്കുന്ന പാഠത്തിൽ നിന്ന് കേട്ടോ. അപ്പൊ പ്രാചീന കവിത്രയങ്ങൾ ഈ 3 പേരാണ്. ആരൊക്കെ? എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ, ചെറുശ്ശേരി. ആധുനിക കവിത്രയങ്ങൾ ആരൊക്കെയാ? കുമാരനാശാൻ. നമ്മൾ ഒരുപാട് പഠിച്ചു. ഫസ്റ്റ് പാഠം നമ്മള് ആധുനിക കവിത്രയങ്ങളിൽ പെടുന്ന ഒരാളുടെ പേരാണ്. ആരാണ്? ആരെ പാഠം പഠിച്ചത്? വള്ളത്തോളുണ്ട്. പിന്നെയോ വള്ളത്തോൾ, ആശാൻ, വള്ളത്തോൾ. പിന്നെയോ ഉള്ളൂരിനെ മറന്നു. ഓക്കെ, ഉള്ളൂരിന്റെ അല്ലേ നമ്മുടെ ആദ്യത്തെ? അല്ല, ഉള്ളൂരിന്റെ അല്ലേ നമ്മുടെ പാഠം ആദ്യത്തെ? അത് 7ാം ക്ലാസ്സിലെയാണ്, വിദ്യ തന്നെ മഹാധനം. അപ്പൊ ഉള്ളൂരിനെ നമ്മൾ പഠിച്ചിട്ടുണ്ടെന്ന്. പ്രേമസംഗീതം എന്ന് പറഞ്ഞിട്ട് ഒരു പാഠം നമ്മൾ പഠിച്ചിരുന്നില്ലേ ആദ്യം? സിലബസ് മാറി ആദ്യ ഒരു പുസ്തകം നമ്മൾ പഠിച്ചു. ഏത്? പ്രേമസംഗീതം. അത് ഉള്ളൂരിന്റെ ആയിരുന്നു, ഉള്ളൂരിന്റെ പ്രേമസംഗീതം. ഓക്കെ, അപ്പൊ ഉള്ളൂരിനെ കുറിച്ച് ഞാൻ ഒരുപാട് ഉള്ളൂരിനെ കുറിച്ചും ആധുനിക കവിത്രയങ്ങളെ കുറിച്ചും വാതോരാതെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോ ആധുനിക കവിത്രയങ്ങള് ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ. ആധുനിക കവിത്രയങ്ങള്. പ്രാചീന കവിത്രയങ്ങളാണ് ചെറുശ്ശേരി, കുഞ്ചൻ നമ്പ്യാർ, എഴുത്തച്ഛൻ. ഓക്കെ, അപ്പൊ ആധുനിക കവിത്രയങ്ങൾ ആശാൻ, ഉള്ളൂർ, വള്ളത്തോളാണെന്ന് നമ്മൾ അന്നേ പഠിച്ചാണ്. ഇപ്പൊ കുഞ്ചൻ നമ്പ്യാരുടെ പാഠം പഠിച്ച സമയത്ത് ആ പ്രാചീന കവിത്രയങ്ങളെ കുറിച്ച് ഒന്നുകൂടി മിസ് പറഞ്ഞു. ശ്രദ്ധിക്കണം, കേട്ടിട്ടുണ്ടാവണം. ഇനി ചോദിക്കുമ്പോ ഓർമ്മയുണ്ടാവണേ. അപ്പോ തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ജനയിതാവായ മഹാകവിയാണ് ആര്? കുഞ്ചൻ നമ്പ്യാർ. 1705 തിരുവില്വാമലക്കടുത്തുള്ള കിള്ളിക്കുരിശി മംഗലം എന്ന സ്ഥലത്ത് ജനിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്നു. 100ഓളം തുള്ളൽ കൃതികളുടെ കർത്താവാണ്. കല്യാണ സൗഗന്ധികം, കിരാതം, ഘോഷയാത്ര, നളചരിതം, സ്യമന്തകം എന്നിവ അക്കൂട്ടത്തിൽപ്പെടുന്നു. ശ്രീകൃഷ്ണചരിത്രം, മണിപ്രവാളം, പഞ്ചതന്ത്രം, കിളിപ്പാട്ട്, 14 വൃത്തം എന്നിവയും രചിച്ചിട്ടുണ്ട്. 1770 മൃതിയടഞ്ഞു. ഓക്കെ, അപ്പൊ കുഞ്ചൻ നമ്പ്യാരെ കുറിച്ചാണ് നമ്മളിപ്പോ പഠിക്കുന്നത്. നളചരിതം ഓട്ടൻതുള്ളലിൽ പെട്ട ഭാഗമാണ് നമ്മൾ പഠിക്കുന്നത് അല്ലെ? അപ്പൊ നളനും അരയനും.
നളിനി അരണ്യത്തിനെ കുറിച്ചാണ് അല്ലെ. ഓക്കെ, അപ്പോ ഇതൊന്ന് മിസ് പാടാം. നളിന സരസിനരികെ നല്ലൊരു പുളിനം തന്നിൽ ചെല്ലുന്നേരം നളിനം തന്നിൽ ഉറങ്ങിയിടുന്നൊരു കളഹംസത്തെ കണ്ടാനരജൻ. പങ്കമകന്നൊരു തങ്കം പൊന്നിനോടങ്കം പൊരുതുമൊരംഗപ്രഭയും കുങ്കുമ നിറമാം ചിറകും കൊക്കും പങ്കജരുചിരം ചരണദ്വയവും കണ്ടതു നേരം നൃപനു കുതൂഹലമുണ്ടായി വന്നു മനതാരിങ്കൽ. കൊണ്ടാടിത്തൻ കരകമലത്തെ കൊണ്ടുപിടിച്ചു മുറുക്കിക്കൊണ്ടാൻ അരജൻ ചെന്നിഹ തൊട്ടതു നേരം അരയന്നെന്താൻ ചെടുതിയുണർന്നു. അരുതരുതെന്നെ കൊല്ലരുതെന്നും തെരുതെരയങ്ങു പറഞ്ഞു തുടങ്ങി. അപരാധത്തെ ചെയ്യാത്തവനെ കൃപ കൂടാതെ വധിച്ചെന്നാകിൽ കൃപതേ നിന്നുടെ നാടും ധനവും സപതി നശിക്കുമതോർത്തിയിടേണം. പക്ഷികളെ കൊല ചെയ്തൊരു മാംസം ഭക്ഷിപ്പാനൊരു രുചിയുണ്ടെങ്കിൽ ഇക്ഷിതിയിൽ പല കുക്കുടമുണ്ടതു ഭക്ഷിച്ചാലും മതി വരുവോളം. ഇതാണ് പാട്ട് അല്ലെ. ഓട്ടംതുള്ളലിന്റെ രീതി എങ്ങനെയാ? മിസ് പാടിയൊന്നും ശരിയായിട്ടില്ല. തുള്ളലില് കേട്ടിട്ടുണ്ടോ? ഓട്ടംതുള്ളലില് എങ്ങനെയാ അവതരിപ്പിക്കുന്നത് കേട്ടിട്ടുണ്ടോ? അപ്പൊ അങ്ങനത്തെ ഒരു രീതിയിലാണ് നളചരിതം ഓട്ടംതുള്ളലിലത്തെ വരികളാണിത്. അപ്പോ നളിന സരസിനരികെ നല്ലൊരു പുളിനം തന്നിൽ ചെല്ലും നേരം നളിനം തന്നിൽ ഉറങ്ങിയിടുന്നൊരു കളഹംസത്തെ കണ്ടാനലജൻ. പങ്കമകന്നൊരു തങ്കം പൊന്നിനോടങ്കം പൊരുതുമൊരംഗപ്രഭയും കുങ്കുമ നിറമാം ചിറകും കൊക്കും പങ്കജരുചിരം ചരണദ്വയവും കണ്ടതു നേരം നൃപനു കുതൂഹലമുണ്ടായി വന്നു മനതാരിങ്കൽ. കൊണ്ടാടിത്തൻ കരകമലത്തെ കൊണ്ടുപിടിച്ചു മുറക്കിക്കൊണ്ടാൻ അരജൻ ചെന്നിഹ തൊട്ടതു നേരം അരയന്നെന്താൻ ചെടുതിയുണർന്നു. അരുതരുതെന്നെ കൊല്ലരുതെന്നും തെരുതെരയങ്ങു പറഞ്ഞു തുടങ്ങി. അപരാധത്തെ ചെയ്യാത്തവനെ കൃപ കൂടാതെ വധിച്ചെന്നാകിൽ കൃപതേ നിന്നുടെ നാടും ധനവും സപതി നശിക്കും അതോർത്തിയിടേണം. പക്ഷികളെ കൊല ചെയ്തൊരു മാംസം ഭക്ഷിപ്പാനൊരു രുചിയുണ്ടെങ്കിൽ ഇക്ഷിതിയിൽ പല കുക്കുടമുണ്ടതു ഭക്ഷിച്ചാലും മതി വരുവോളം. ഇതാണ് പാട്ട് അല്ലെ. അരയന്നത്തിനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെ. എന്താ പറയുന്നത്? നളിന സരസിനരികെ അല്ലെ. നളിനം എന്ന് പറഞ്ഞാൽ എന്താ? താമരയല്ലേ നളിനം. അപ്പൊ നളിന സരസ് എന്താ? പൊയ്ക അല്ലെ, താമര പൊയ്ക. നളിന സരസിനരികെ, അരികെ ചാരത്തല്ലേ. അപ്പോ നളിന സരസിനരികെ നല്ലൊരു പുളിനം. പുളിനം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മണൽത്തിട്ട, അതാണ് പുളിനം അല്ലെ. അപ്പൊ നളിനം എന്ന് പറഞ്ഞാൽ താമരയാണ്. താമര, നളിന സരസ് താമര പൊയ്ക, പുളിനം മണൽത്തിട്ട. അപ്പോ നളിന സരസിനരികെ നല്ലൊരു പുളിനം തന്നിൽ ചെല്ലുന്നേരം നളിനം തന്നിൽ ഉറങ്ങിയിടുന്നൊരു കളഹംസത്തെ കണ്ടാൻ അരജൻ. അരജൻ ആര്? രാജാവ് അല്ലെ. രാജാവ് എന്ത് കണ്ടു? കളഹംസം. എന്താ കളഹംസം? ഹംസം എന്ന് പറഞ്ഞ ആരാ? അരയന്നം. കളഹംസം അഴകുള്ള അരയന്നത്തിനെയാണ് എന്ത് പറയുക? കളഹംസം അല്ലെ. അപ്പൊ എന്താ കണ്ടത്? നളിന സരസിനരികെ നല്ലൊരു പുളിനം തന്നിൽ അതിൽ ചെല്ലും നേരം നളിനം തന്നിൽ ഉറങ്ങിയിടുന്നൊരു കളഹംസത്തെ കണ്ടാൻ അരജൻ. അരജൻ രാജാവ് കണ്ടു എന്തിനെ? അരയന്നത്തെ. ഓക്കെ, പിന്നെന്താ പറയുന്നത്? പങ്കമകന്നൊരു തങ്കം
പൊന്നിനോടംഗം പൊരുതുമൊരംഗപ്രഭയും കുങ്കുമ നിറമാം ചിറകും കൊക്കും പങ്കജരുചിരം ചരണദ്വയവും. അല്ലെ, എന്താ പറയുന്നത്? ഈ അരയന്നത്തിന്റെ പ്രത്യേകതകളായിട്ട് എന്താ പറഞ്ഞതിപ്പോ? പങ്കം, അഴുക്ക്. അല്ലെ, പങ്ക് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അഴുക്ക്. അർത്ഥം ഇതിലുണ്ട് കേട്ടോ, ടെക്സ്റ്റിലുണ്ട്. പങ്കം, അഴുക്ക്. അപ്പോ എങ്ങനെയാ പറഞ്ഞേ? പങ്കം അകന്നൊരു തങ്കം, പഴുക്ക് അകന്ന തങ്കം. തങ്കം എന്ന് പറഞ്ഞാൽ നല്ല വിലയുള്ള സാധനങ്ങൾ അല്ലേ? തങ്കം കേട്ടിട്ടില്ലേ? സ്വർണവും തങ്കവും ഒക്കെ കേട്ടിട്ടില്ലേ? അപ്പോ പൊന്നിനോടംഗം പൊരുതുമൊരംഗപ്രഭയും. എങ്ങനെയുള്ളതാണ്? എങ്ങനെയുള്ളതാ? അഴുക്ക് പൊരുളാത്ത തങ്കം, അല്ലെ? മാറ്റു കുറയാത്ത തങ്കാണ്. പിന്നെന്താ പറഞ്ഞേ? പൊന്നിനോടംഗം പൊരുതും ഒരംഗപ്രഭ എന്ന് പറഞ്ഞാൽ എന്താ? സ്വർണത്തിനോട് പൊരുതി ജയിക്കാൻ കഴിവുള്ള ശരീരശോഭയുള്ള അരയന്നം, അല്ലെ? അപ്പോ എങ്ങനെയാ? സ്വർണത്തേക്കാൾ മനോഹരമായ അരയന്നത്തിന്റെ കാന്തി. അപ്പൊ അരയന്നത്തിന്റെ സൗന്ദര്യത്തെ കുറിച്ച് എങ്ങനെയാ പറഞ്ഞേ? സ്വർണത്തിനേക്കാൾ, അതായത് സ്വർണത്തിനോട് പൊരുതി ജയിക്കാൻ കഴിവുള്ള ശരീരശോഭയുള്ള അരയന്നം, അല്ലെ? അത്രയും ശരീരത്തിന് ഭംഗിയുണ്ടെന്ന് അർത്ഥം. പിന്നെന്താ പറഞ്ഞ? നളിനം തന്നിൽ ഉറങ്ങിയിടുന്നൊരു കളഹംസം. നളിനവും കളഹംസവും മനോഹര സൃഷ്ടികളാണ്. സുന്ദരം സുന്ദരമായതിനോട് ചേരുന്നു. അരയന്നത്തെ പരുപരിപ്പോ കാഠിന്യമോ ഉള്ള സ്ഥലത്ത് ഉറങ്ങാൻ ആരിഷ്ടപ്പെടുന്നില്ല? കവി ഇഷ്ടപ്പെടുന്നില്ല, അല്ലെ? അപ്പോ എങ്ങനെ? പൂവ് എന്ന് പറഞ്ഞാല് നല്ല സോഫ്റ്റ് ആയിരിക്കും, അല്ലെ? അപ്പൊ അതിൽ കിടന്നുറങ്ങാനാണ്, അരയന്നം അതിൽ കിടന്നുറങ്ങാനാണ് ആരിഷ്ടപ്പെടുന്നത്? താമരപ്പൊയ്കയിൽ, അല്ലെ? ഓക്കെ, കവി. ഓക്കെ, അതാ പറഞ്ഞത്. അപ്പോ പിന്നെന്താ പറഞ്ഞേ? കുങ്കുമ നിറമാം ചിറകും കൊക്കും പങ്കജരുചിരം ചരണദ്വയവും. കുങ്കുമ നിറം എന്ന് പറഞ്ഞാൽ എന്താ? ചുവപ്പ് കളർ, അല്ലെ? കുങ്കുമം. അപ്പൊ ചരണദ്വയം, 2 പാദങ്ങളെയാണ് ചരണദ്വയം എന്ന് പറയുക. അംഗപ്രഭ അവയവത്തിന്റെ കാന്തി, ശോഭ, ശരീരത്തിന്റെ കാന്തി, അല്ലെ? ശരീരം നല്ല ഭംഗിയുള്ളതാണ് അർത്ഥം. പിന്നെ പങ്കജം എന്ന് പറഞ്ഞാൽ എന്താ? താമര. നൃപൻ രാജാവ്, അല്ലെ? ഓക്കെ. അപ്പോ കുങ്കുമ നിറമാൻ ചിറകും കൊക്കും, ചുവന്ന നിറത്തിലുള്ള കൊക്ക്. പിന്നെയോ പങ്കജരുചിരം ചരണദ്വയവും. ചരണദ്വയം എന്ന് പറഞ്ഞാ 2 പാദങ്ങള്, ചരണദ്വയം. പിന്നെന്താ പറഞ്ഞേ? കണ്ടത് നേരം നൃപന് കുതൂഹലമുണ്ടായി. നൃപൻ എന്ന് പറഞ്ഞാ രാജാവ്. കുതൂഹലം, സന്തോഷം. അപ്പൊ രാജാവിന് ഇങ്ങനെയുള്ള അരയന്നത്തെ കണ്ടപ്പോ എന്തുണ്ടായി? സന്തോഷമുണ്ടായി, അല്ലേ? അതാണ് പറഞ്ഞത്. അപ്പൊ നളിന സരസിനരികെ നല്ലൊരു പുളിനം. താമരപ്പൊയ്കക്ക് അടുത്ത് നല്ലൊരു പുളിനം തന്നിൽ, നളിനം തന്നിൽ ഉറങ്ങിയിടുന്നൊരു കളഹംസത്തെ, താമരയെ ഉറങ്ങുന്ന ഇതിനെ കണ്ടു? കളഹംസത്തെ കണ്ടാനജൻ രാജാവ് കണ്ടു, അല്ലെ? എന്താ പറഞ്ഞേ? പങ്കം. അടുത്ത് എന്താ പറയുന്നത്? പങ്കമകന്നൊരു തങ്കം പൊന്നിനോട് അംഗം പൊരുതുമൊരംഗപ്രഭയും. എങ്ങനെയുള്ള ശരീരശോഭയാണ്? അഴുക്ക് പുരളാത്ത തങ്കം, അല്ലെ? അഴുക്ക്. പങ്കെന്ന് പറഞ്ഞാൽ അഴുക്ക് എന്നർത്ഥം. അകന്നൊരു തങ്കം എന്ന് പറഞ്ഞപ്പോ അഴുക്ക് പുരളാത്ത തങ്കം. പിന്നെയോ മാറ്റു കുറയാത്ത തങ്കം എന്നർത്ഥം, അല്ലെ? അഴുക്ക് പുരളാത്ത പറഞ്ഞാൽ മാറ്റു കുറയാത്ത തങ്കം, വിലപിടിപ്പുള്ളത്, അല്ലെ? പിന്നെയോ അടുത്ത എന്താ പറഞ്ഞ? സ്വർണത്തിനോട് പൊരുതി ജയിക്കാൻ കഴിവുള്ള ശരീരശോഭയുള്ള ആളാണ് ആര്? അരയന്നം, അല്ലെ? അപ്പൊ സ്വർണത്തെക്കാൾ മനോഹരമാണ് അരയന്നത്തിന്റെ കാന്തി എന്നും കവി പറയുന്നു, അല്ലെ? പിന്നെ നൃപന് കുതൂഹലമുണ്ടായി വന്നു. രാജാവിന് എന്തുണ്ടായി? സന്തോഷം വർദ്ധിച്ചു. കാരണം എന്തുകൊണ്ടാ? കുങ്കുമ നിറമുള്ള ചുണ്ടും ചിറകുമാണ് ഹംസത്തിൻ്റെത്. തന്റെ സ്വർണവർണ്ണമായ കൊട്ടാരത്തിൽ വസിക്കേണ്ടതാണ് ഈ പക്ഷി. തടാകത്തിലെ താമരയിലല്ല വസിക്കേണ്ടത്, തന്റെ കൊട്ടാരത്തിലാണെന്ന് രാജാവ് പറയുന്നു, അല്ലെ? ഇതിനെ പാർപ്പിക്കേണ്ടതെന്ന് രാജാവ് പറയുകയാണ്, അല്ലെ? പിന്നെയോ അപ്പൊ എത്ര പോരെയാണ് അതിൽ പറയുന്നത്? അടുത്തതിൽ എന്നാ പറയുന്നേ?
അപ്പോ പങ്കജരുചിരം ചരണദ്വയവും കണ്ടതു നേരം നൃപന് കുതൂഹലമുണ്ടായി, രാജാവിന് സന്തോഷം ഉണ്ടായി വന്നു മനതാരിങ്കൽ മനസ്സിൽ. കൊണ്ടാടിത്തൻ കരകമലത്തെ കൊണ്ടുപിടിച്ചു മുറുക്കിക്കൊണ്ടാൻ, അരജൻ ചെന്നിഹ തൊട്ടു നേരം അരയെന്നെന്താൻ ചെടുതിയുണർന്നു. അല്ലേ? കമലത്തെ കൊണ്ട് പിടിച്ചു മുറുക്കി. അപ്പോ താമരപ്പൂ പോലെയുള്ള കൈകൊണ്ടാണ് ആര് രാജാവ് ഹംസത്തെ മുറുകെ പിടിച്ചത്. കരകമലം കൊണ്ട് എത്ര മുറുകെ പിടിച്ചാലും ഹംസത്തിന് വേദനിക്കയില്ല, നോവുകയില്ല. പരുക്കനായ കൈയാണെങ്കിലേ നോവു. അല്ലെ? താമരപ്പൂവിനെ പോലത്തെ കൈ എന്താണ്? സോഫ്റ്റ് ആണെന്ന് അർത്ഥം. എങ്കിലും തന്നെ കൊല്ലരുന്ന പക്ഷി അപേക്ഷിച്ച് മുറുക്കി പിടിക്കുമ്പോൾ എന്ത് പറഞ്ഞു? തന്നെ കൊല്ലരുന്ന പക്ഷി അരയെല്ലാം അപേക്ഷിച്ചു. അതാണ് അത്ര പോലെ പറയുന്നതിന് അർത്ഥം. ഓക്കെ, അപ്പോ അരയന്നത്തിന്റെ ഭംഗിയാണ് ഇത്രയും നേരം പറഞ്ഞത് അല്ലേ? അപ്പോ നളൻ രാജാവ് അതിനെ പിടിച്ചപ്പോഴുള്ള കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞത്. നളിന സരസിനരികെ നല്ലൊരു പുളിനം തന്നിൽ ചെല്ലുന്നേരം, നളിനം തന്നിൽ ഉറങ്ങിയിടുന്നൊരു കളഹംസത്തെ കണ്ടാനരജൻ, പങ്കമകന്നൊരു തങ്കം പൊന്നിനൊടങ്കം പൊരുതുമൊരംഗപ്രഭയും കുങ്കുമ നിറമാം ചിറകും കൊക്കും പങ്കജരുചിരം ചരണദ്വയവും കണ്ടതു നേരം നൃപനു കുതൂഹലമുണ്ടായി വന്നു മനതാരിങ്കൽ. കൊണ്ടാടിത്തൻ കരകമലത്തെ കൊണ്ടുപിടിച്ചു മുറുക്കിക്കൊണ്ടാൻ, അരജൻ ചെന്നിഹ തൊട്ടതു നേരം അരയെന്നെന്താൻ ചെടിതിയുണർന്നു. അത്ര പോലെ നമ്മളിപ്പോ പഠിച്ചത്. അപ്പൊ എന്തൊക്കെയാ അർത്ഥം അതിൽ പറഞ്ഞത്? നളിനം താമര, നളിന സരസ് താമര പൊയ്ക, പുളിനം മണൽത്തിട്ട, പിന്നെയോ കളഹംസത്തെ കണ്ട അരജൻ രാജാവ്. അല്ലെ? അരജൻ രാജാവ്. ഓക്കെ. പങ്കമകന്നൊരു തങ്കം, എന്താ പറഞ്ഞേ? അഴുക്ക് പുരളാത്ത തങ്കം, അതായത് മാറ്റു കുറയാത്ത തങ്കം. അല്ലെ? പിന്നെന്താ പറഞ്ഞേ? പൊന്നിനോടങ്കം പൊരുതുമരംഗ പ്രഭയും, അതായത് ഇങ്ങനത്തെ സ്വർണത്തിനോട് പൊരുതിയേക്കാൻ കഴിവുള്ള ശരീരശോഭയുള്ളയാണ് ഹംസം എന്ന് പറഞ്ഞു. സ്വർണത്തെക്കാൾ മനോഹരമാണ് അരയണത്തിന്റെ കാന്തി എന്നും പറയുന്നു. അല്ലെ കവി? അപ്പൊ അത്ര പോലെയാണ് നമ്മളിപ്പോ പഠിച്ചത്. ഒന്ന് ആര് വായിക്കൂ ഇത്? ബാക്കി നമുക്ക് അടുത്ത ക്ലാസ് പഠിക്കാം, പകുതി മതി കേട്ടോ. അപ്പോ കുഞ്ചൻ നമ്പ്യാരുടെ നളനും അരയന്നവും. അല്ലേ? അപ്പൊ ആരാ ഫസ്റ്റ് വായിക്കുന്നേ? എന്തേ രണ്ടുപേരിലേ കൈ പൊക്കുന്നുള്ളൂ? മറ്റാർക്കും വായിക്കാൻ അറിയില്ലേ? രണ്ടുപേരിപ്പോ കൈ പൊക്കുന്നുണ്ട്. വേറെ ആരൊക്കെയാ വായിക്കുന്നേ? നളനും അരയന്നവും. നളിന സരസിനരികെ നല്ലൊരു പുളിനം തന്നിൽ ചെല്ലും നേരം, നളിനം തന്നിലുറങ്ങിയിടുന്നൊരു കളഹംസത്തെ കണ്ടാനരജൻ, പങ്കമകനൊരു തങ്കം പൊന്നിനൊടങ്കം പൊരുതുമരംഗപ്രഭയും കുങ്കുമ നിറമാം ചിറകും കൊക്കും പങ്കജരുചിരം ചരണദ്വയവും കണ്ടതു നേരം നൃപനു കുതൂഹലമുണ്ടായി വന്നു മനതാരിങ്കൽ. കൊണ്ടാടിത്തൻ കരകമലത്തെ കൊണ്ടുപിടിച്ചു മുറുക്കിക്കൊണ്ടൻ, അരജൻ ചെന്നിഹ തൊട്ടതു നേരം അരയന്നം താൻ തടുതിയുണർന്നു. അരുതരുതെന്നെ കൊല്ലരുതെന്നും തെരുതെരെ അങ്ങു പറഞ്ഞു തുടങ്ങി. അപരാധത്തെ ചെയ്യാത്തവനെ കൃപ കൂടാതെ വധിച്ചെന്നെങ്കിൽ, നൃപതേ നിന്നുടെ നാടും ധനവും സപതി നശിക്കുമതോർത്തിയിടേണം. പക്ഷികളെ കൊല ചെയ്തൊരു മാംസം ഭക്ഷിപ്പാനൊരു രുചിയുണ്ടെങ്കിൽ, ഇക്ഷിതിയിൽ പല കൊക്കുടമുണ്ടത് ഭക്ഷിച്ചാലും മതി വരുവോളം. അടുത്ത ആരാ വായിക്കുന്നേ? ഓക്കെ, ഹരിനന്ദ്. നളിനും അരയന്നവും. നളിന സരസിനരികെ നല്ലൊരു പുളിനം തന്നിൽ ചൊല്ലും നേരം, നളിനം തന്നിലുറങ്ങിയിടുന്നൊരു കളഹംസത്തെ കണ്ടാനരജൻ,
പങ്കമനൊരു തങ്കം പൊന്നിനൊരടങ്കം പൊരുതുമൊരംഗം പ്രഭയും കുങ്കുമ നിറമാം ചിറകും കൊക്കും പങ്കജരുചിരം ചരണദ്വയവും കണ്ടതു നേരം തൃപ്പനും കുതൂഹല മുണ്ടായി വന്നു മനതാരെങ്കിൽ കൊണ്ടാടിതൻ കരകമലത്തെ കൊണ്ടുപിടിച്ചു മുറുകി കൊണ്ടാൻ അരയൻ തെന്നിഹ തൊട്ടതു നേരം അരയന്നം താൻ ചണ്ടുണർന്നു അരുതരുതെന്നെ കൊല്ലരുതെന്നും തെരുതെരെയെന്നു പറഞ്ഞു തുടങ്ങി അപരാധത്തെ ഇല്ലാത്തവനെ കൃപ കൂടാതെ വധിച്ചേനാങ്കിൽ നൃപത്തെ നിന്നൊരു നാടും ധനവും സപതി നശിക്കുമതോർത്തിയിടേണം പക്ഷികളെ കൊല ചെയ്തൊരു മാംസം ഭക്ഷിപ്പാനൊരു രുചിയുണ്ടെങ്കിൽ ഇക്ഷിതിയിൽ പല കുക്കുടമുണ്ടെന്തു ഭക്ഷിച്ചാലും മതി വരുവോളം. നെക്സ്റ്റ് ജസ്റ്റസ്. ഞാൻ വായിക്കണോ? വായിക്ക്. നളിന സരസിനരികെ നല്ലൊരു പുളിനം തന്നെ ചെല്ലും നേരം നളിനം തന്നിലുറങ്ങിയിടുന്നൊരു കളഹംസത്തെ കണ്ടാനരതൻ പങ്കമകന്നൊരു തങ്കം പൊന്നിനടങ്കം പൊരുതുമൊരംഗപ്രഭയും കുങ്കുമ നിറമാൻ ചിറകും കൊക്കും പങ്കജ രുചിരം ചരണദ്വയവും കണ്ടതു നേരം നൃപന് കുതൂഹൂലം ഉണ്ടായി വന്നു മനതാരിങ്കെ കൊണ്ടാടിത്തൻ കരകമലത്തെ കൊണ്ടുപിടിച്ചു മുറുക്കാൻ തടതിയുണർന്നു അരുതരുതെന്നെ കൊല്ലരുതെന്നും തെരുതെന്നു പറഞ്ഞു തുടങ്ങി അപരാധത്തെ ചെയ്യാത്തവനെ കൃപ കൂടാതെ വധിച്ചെന്നാകിൽ നൃപതേ നിന്നുടെ നാടും ധനവും സപതി നശിക്കും ഓർത്തിയിടേണം പക്ഷികളെ കൊല ചെയ്തൊരു മാംസം ഭക്ഷിപ്പാനൊരു രുചിയുണ്ടെങ്കിൽ ഇക്ഷിതിയിൽ പല കുക്കുടമുണ്ടത് ഭക്ഷിച്ചാലും മതി വരുവോളം. ഓക്കെ. നെക്സ്റ്റ് ജോയൽ. ജുവാന നിജാദ്. ജോയൽ ഓണാക്കുന്നില്ലല്ലോ. നിജാദേ പ്ലീസ് അൺമ്യൂട്ട്. നിജാദ് കേൾക്കുന്നുണ്ടോ? ജുവാന കേൾക്കുന്നുണ്ടോ? ജുവാന കേൾക്കുന്നുണ്ടോ? Can you hear Juana? Can you hear me? ജുവാനക്ക് കേൾക്കുന്നുണ്ടോ? ജുവാന. നെക്സ്റ്റ് ശ്രീവിഷ്ണു. എല്ലാരും സ്ട്രക്കാണ്. ഹെവൻ. ഓക്കെ ഹെവൻ, ഇന്നലെ എന്തായിരുന്നു ബർത്ത്ഡേക്ക്? ഹെവൻ അൺമ്യൂട്ട് ചെയ്തേ. നല്ലൊരു പുളിനം തന്നിൽ ചേലും നളിരം തന്നിലുറങ്ങിടുന്നോരം കളികഹംസത്തെ കടന്നരജനം തങ്കം പൊന്നിനോടകം ഇല്ല ഹെവനെ മനസ്സിലായി, വായിക്കുന്നത് തെറ്റാണ്. ചക്കായിട്ട് കേൾക്കുക മിസ് പറയുന്നേ. പങ്കമകന്നൊരു തങ്കം പൊന്നിനോടങ്കം പൊരുതുമൊരംഗപ്രഭയും. അടിയേ സ്റ്റാർട്ട് ചെയ്തോ.
മിസ് പറയിക്കുന്നില്ല. ഇപ്പൊ കേൾക്കുന്നുണ്ടോ ഹെവന്? ആ ഇപ്പൊ ക്ലിയറാ. നേരത്തെ സ്റ്റക്ക് ആയിട്ട് കിട്ടുമായിരുന്നു. ആ പാടിക്കോ മോൻ, പാടിക്കോ. പാട്ട് മിസ്സേ. പൊരുതുമോരം കൂക്കും ചിറകും കൊക്കും പകജ രുചിരം. നമുക്ക് ക്ലിയറേ ഇല്ല കേൾക്കുന്നത്. പാടുന്നത് തെറ്റാണോ, കേൾക്കുന്നതിന്റെ മിസ്റ്റേക്ക് ആണോ? മിസ് പറയുന്ന കിട്ടുന്നില്ല മിസ് പറയുന്നത്. പിന്നെ ഒരു കാര്യം കൂടി, ഇനി അടുത്ത ദിവസം വരുമ്പോഴേക്ക് ഇതൊരു 5 പ്രാവശ്യമെങ്കിലും വായിക്കണേ, കുറഞ്ഞത്. വായിക്കാൻ കിട്ടുന്നേ ഇല്ല, നല്ല പോലെ വായിക്കണം. ഒരു 5 ടൈംസ് എങ്കിലും വായിച്ചിട്ട് വരണം, എല്ലാവരോടും പറയുന്നേ. പിന്നെ അതുപോലെ എന്താ പറഞ്ഞത്, അടുത്ത ക്ലാസ്സിൽ ഒരു എക്സാം പറഞ്ഞിട്ടുണ്ട്. അടുത്ത നാളത്തെ ക്ലാസ്സിലല്ല, ഈ ആഴ്ചത്തെ ക്ലാസ്സിലല്ല, നെക്സ്റ്റ് വീക്കില്. ഓക്കെ, കേൾക്കാത്തവർ കൂടി ഒന്നുകൂടി പറഞ്ഞാണ്. അപ്പൊ ഓക്കെ സാറില്ല, അടുത്ത ക്ലാസ് വായിക്കാം കേട്ടോ. ഹെവൻ വായിക്കണേ, കുറെ പ്രാവശ്യം വായിച്ചു പഠിക്കണം. ഓക്കെ, നമ്മുടെ സമയം കഴിഞ്ഞു. ആ എന്താ ജസ്റ്റിസ് നിങ്ങൾ പറയാനുണ്ടോ? ഓക്കെ ബൈ. അപ്പൊ ടാറ്റ, ബൈ ബൈ. സി യു. ഓക്കെ.